Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ വി ആർ ഹാവിങ് 12 പ്ലേലിസ്റ്റ്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഈവൻ ദോ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. 11 പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പേപ്പർ 1 വേണ്ടി എക്സ്ക്ലൂസീവ്ലി ആണ്. ഒരു പ്ലേലിസ്റ്റ് നമ്മൾ കൊമേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഡേ ടു ഡേ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ബഞ്ച് ഓഫ് സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസിലും ഒരു വീഡിയോയിൽ ഓൾമോസ്റ്റ് ഒരു 15 to 20 പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് മെനി ഓഫ് ദി സ്റ്റുഡൻസ് മെസ്സേജ് മീ ആൻഡ് ഇമെയിൽ അസ് ദാറ്റ് ദേ ആർ ഹാവിങ് എ ഗുഡ് revision through our videos. Thank you for that. If you people are having any queries or any doubts or any suggestion on this YouTube channel Commerce Bytes, you people can definitely mail us through the email which we have mentioned in the description box, commercebytes24@gmail.com എന്നുള്ളതാണ് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്. സോ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വറി ഉണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി മെയിൽ us. We will be definitely responding back. Okay? സോ ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോയ് മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്നുള്ളത്. ടോയ് മേക്കിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. ടോയ് മേക്കിംഗ് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോയ് നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-20 എണ്ണം അല്ലെങ്കിൽ ഒരു 50 എണ്ണം എന്നുള്ള രീതിയിൽ ബാച്ചായിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ടോയ് മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബാച്ച് കോസ്റ്റിങ്ങിൽ പെടുന്നതാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ജസ്റ്റ് നിങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ടോയ് മേക്കിംഗ് യൂണിറ്റ് എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു കോസ്റ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അല്ലേ? സോ ടോയ് മേക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ഇനി നൗ ദ നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആസ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ്. അതിൽ തന്നെ പല അധികം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൻ്റെ പല രീതിയിലുള്ള സെക്ഷൻസ് ഇല്ലേ, അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിൻ്റെ ആ ഒരു ഹെഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അറിയപ്പെടുന്നത് ബിഹേവിയർ ഓഫ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ തൊട്ട് മുന്നേ ടോയ് മേക്കിംഗ് യൂണിറ്റ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ 4 സെറ്റ് ഓഫ് കോസ്റ്റിംഗ് നമ്മളോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കറക്റ്റായിട്ടുള്ള പെയർ ചെയ്താണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഫോർ യുവർ ഈസി ആക്സസ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഷിപ്പ് ബിൽഡിങ്ങിനാണ്. ജോബ് കോസ്റ്റിംഗ് എപ്പോഴും ഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, ഒരു എക്സാമ്പിളാണ് ജോബ് കോസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, പക്ഷേ ഈ എക്സാമ്പിൾ ബേസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് ഓയിൽ റിഫൈനറിയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ഓർത്താൽ മതി. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ഓയിൽ റിഫൈനറി എന്ന് നമുക്ക് പറയാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണും വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ബ്രിക്സ് ആണ്. ഈ ബ്രിക്സിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലേ, അവിടെ അവർ ഓരോ യൂണിറ്റ് എന്നുള്ള ബേസിസിലായിരിക്കുമല്ലോ ആ ഒരു കോസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്രിക്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് what is the examples of this particular type of costings. Okay, so now let's move to the next one. നെക്സ്റ്റ് വൺ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കുട്ടികൾക്ക് എപ്പോഴും പറയാറുണ്ട്, മാം ഞങ്ങൾക്കിത് എപ്പോഴും കൺഫ്യൂഷനാണ്, എന്തെങ്കിലും ഒരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞ് ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, നമുക്കതിൻ്റെ ഓരോ ടേംസ് ഒന്ന് നോക്കാം, അല്ലേ?
ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ടോട്ടൽ. അറ്റ് ദ എൻഡ് പോർഷൻ ഞാൻ എപ്പോഴും നോക്കാൻ പറയുന്ന ഒരു പോയിൻ്റാണ്. സോ അറ്റ് ദ എൻഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ടോട്ടൽ. ടോട്ടലായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ടോട്ടൽ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ടേം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എപ്പോഴും എങ്ങനെയാണ്? വേരി ചെയ്തുകൊണ്ടിരിക്കും എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. പക്ഷേ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് പെർ യൂണിറ്റ് എന്നുള്ളതാണ്. ഇതാണ് കുട്ടികൾക്ക് മെയിനായിട്ട് വരുന്ന പ്രോബ്ലം. വേരിയബിൾ കോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ, നോട്ട് ദ ടേം യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് പെർ യൂണിറ്റ്. പെർ യൂണിറ്റ് ആയിട്ട് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുമെന്നുള്ളത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് റെഡിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് കോസ്റ്റ് ആണ്. പീരീഡ് കോസ്റ്റിൽ കോസ്റ്റ് നോട്ട് അസൈൻ ടു ദ പ്രോഡക്റ്റിലേക്ക് ഈ കോസ്റ്റ് അസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. കോസ്റ്റ് നോട്ട് അസൈൻ ടു ദ പ്രോഡക്റ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇൻക്രിമെൻറ്റ് നമുക്ക് കിട്ടുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ജോബിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് എന്തെങ്കിലും ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിൽ കേട്ടിട്ടുണ്ടാവും ഇൻക്രിമെൻറ്റ് കിട്ടുക എന്ന്. സോ ഇൻക്രിമെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ആഡ്സ് വാല്യൂ ഓഫ് ദ ന്യൂ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ഓൺ ചെയ്യും. അതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടേം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടേമാണ്, അതായത് ബൈ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഇസ് എ പ്രോഡക്റ്റ് റിക്കവേർഡ് ഇൻസിഡൻഷ്യലി ഫ്രം മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. എന്തെങ്കിലും ഒരു മെയിനായിട്ടൊരു മെറ്റീരിയൽ, എന്തെങ്കിലും ഒരു മെയിനായിട്ടൊരു പ്രോഡക്റ്റ് അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ അവർ റിക്കവർ ചെയ്യുന്ന ഒരു ഇൻസിഡൻഷ്യലി പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റിനെയാണ് ബൈ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന ടേം വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പൊതുവേ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് JIT എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ചാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ടൈമിൽ, ആ മാനുഫാക്ചറിങ് ടൈമിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഡെലിവറിങ് പാർട്സ് ആൻഡ് മെറ്റീരിയൽസ് ദാൻ സ്റ്റോക്കായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം അവർ കറക്റ്റായിട്ട് ആ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുന്ന ആ ഒരു അപ്രോച്ചാണ് ജസ്റ്റ് ഇൻ ടൈം. ആ പേര് പറയുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ടേം മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം അപ്പോൾ നമുക്ക് റെഡിയാക്കി തരും എന്നാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ടേം, ദാറ്റ് ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് യൂസസ് വേരിയൻസ് കമ്പ്യൂട്ടഡ് ഫോർ ദ കോസ്റ്റ് കൺട്രോളിങ്ങിന് നമ്മൾ വേരിയൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നിങ്ങളിപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനുള്ള കീവേഡ്സ് എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് കൺട്രോളിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ വേരിയൻസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ രണ്ട് ടേം കൂടെ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തന്നെയായിരിക്കും. ഓക്കെ, നൗ വി ആർ വിത്ത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് മെത്തേഡ്സാണ് ഞാൻ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് ഓർക്കാനായിട്ട് ഒരു നിമോണിക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഓക്കെ, ഇത് ഓർക്കാനായിട്ട് എളുപ്പത്തിന് CPU എന്ന് ഓർത്താൽ മതി. C ഫോർ കോൺട്രാക്റ്റ്, P ഫോർ പ്രോസസ് കോസ്റ്റ് ആൻഡ് U ഫോർ യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, CPU, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. I hope you people get it right. Now moving to the next one, that is cash cycle of business influenced by. സോ ഇതിൽ വരുന്ന കുറച്ച് പോളിസി ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്ഷൻ പോളിസി, പ്രൊഡക്ഷൻ പോളിസി ആൻഡ് പർച്ചേസ് പോളിസി. ക്യാഷ് സൈക്കിൾ ഓഫ് ദ ബിസിനസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ കളക്ഷൻ പോളിസിയും പ്രൊഡക്ഷൻ പോളിസി അതുപോലെ തന്നെ പർച്ചേസ് പോളിസിയും വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ മെൻഷൻ ചെയ്തില്ലേ ജോബ് കോസ്റ്റിംഗ്, ഷിപ്പ് ബിൽഡിംഗ് എന്നൊക്കെ.
ആ ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പ്രൊഡക്ഷൻ എഗെയിൻസ്റ്റ് എ സ്പെസിഫിക് ഓർഡർ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഓർഡർ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളത്. അതൊരു സ്പെസിഫിക് ഓർഡറാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളതൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ തുടങ്ങിയത്. അത് നമ്മൾ ജോബ് കോസ്റ്റിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, FTA. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയണ്ടാവും ഇതിൻ്റെ ഫുൾ ഫോം. FTA എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഫ്രീ ട്രേഡ് ഏരിയ എന്നാണ്. എന്താണ് ഫ്രീ ട്രേഡ് ഏരിയ? FTA എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടേംസ് ഓൾമോസ്റ്റ് സിമിലറായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഓരോന്നിൻ്റെ ടേമിൻ്റെ മീനിങ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേംസ് സ്ക്രാപ്പ്, വേസ്റ്റ്, ഡിഫക്റ്റീവ് ആൻഡ് സ്പോയിലേജ് എന്നുള്ള ടേമാണ്. സ്ക്രാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് വെൻ ദ അസറ്റ് ഇറ്റ് സെൽഫ് നോ ലോങ്ങർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോർ മെറ്റീരിയൽസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു എന്നുള്ളത്. ഒരു അസറ്റിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്, അതായത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കമ്പോണൻറ്റ്സ് വെൻ ആൻ അസറ്റ് ഇറ്റ് സെൽഫ് ഇസ് നോ ലോങ്ങർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമുക്കത് ഡിമാൻഡും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ സപ്ലൈയും ഇല്ലാത്ത കേസിൽ വരുന്ന ആ ഒരു കമ്പോണൻസ് ആണ്, ആ ഒരു അസറ്റിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെയാണ് സ്ക്രാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേസ്റ്റ് ആണെങ്കിലോ അ പോർഷൻ ഓഫ് മെറ്റീരിയൽ ലോസ്റ്റ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് പ്രോസസ്സ് നോട്ട് റിയലൈസബിൾ വാല്യൂ. നമുക്ക് ആ ഒരു ഇതിൻ്റെ ഈ വേസ്റ്റേജ് പറ്റിയ മെറ്റീരിയൽസിൻ്റെ വാല്യൂ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ ലോസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്, എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വരുന്ന ആ ഒരു പോർഷൻ ഓഫ് മെറ്റീരിയലാണ് വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ലോസ്റ്റ് ആവുന്ന ആ ഒരു പോർഷൻ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡിഫക്റ്റീവ്. ഡിഫക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ഡെഫിഷ്യൻസീസ്. എന്തെങ്കിലും ഒരു ഡിഫക്ട്സ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതിനെയാണ് ഡിഫക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടേം സ്പോയിലേജ്. സ്പോയിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വേസ്റ്റ് ഓർ സ്ക്രാപ്പ് അറൈസിങ് ഫ്രം ദ പ്രൊഡക്ഷൻ. എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പ്, അതിനെയാണ് സ്പോയിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദീസ് ടേംസ് ആർ ഓൾ ക്ലിയർ ടു യു. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ബാക്ക് ചെയ്യുക, ഒന്നുകൂടെ കേൾക്കുക, ഒന്നുകൂടെ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൊമേഴ്സിന് വേണ്ടിയിട്ട് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആസ് എ ടീച്ചർ എന്ന് കൺസിഡർ ചെയ്ത് ഒരു നോട്ട്ബുക്കും പെന്നും അതിനുവേണ്ടി വെക്കുക. നമ്മൾ മെൻഷൻ ചെയ്യുന്ന എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ ആ ഒരു ലെക്ചർ നോട്ടിൽ നോട്ട് ഡൗൺ ചെയ്ത് അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇറ്റ് വർക്ക്സ് വണ്ടർ. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.